ഒരു സായാഹ്ന നടത്തം. മലയൻകീഴ് പഞ്ചായത്തിലെ എൻ്റെ വീട്ടിൽ നിന്ന് പള്ളിച്ചൽ പഞ്ചായത്തിലെ അമ്മയുടെ അച്ഛൻ്റെ വീട്ടിലോട്ടുള്ള നടത്തമാണ്. പറയുമ്പോൾ വലിയ ദൂരം എന്നൊക്കെ തോന്നും, വെറും 2 കിലോമീറ്ററാണ്. എന്നും നമ്മൾ വണ്ടിയിലൊക്കെയല്ലേ പോകുന്നത്, അതുകൊണ്ട് ഇന്നൊന്ന് നടക്കാമെന്ന് വിചാരിച്ചു. ഞാനും മക്കളും കൂടെ ഇറങ്ങി. പക്ഷേ മക്കൾക്ക് നടക്കുന്നതിനെ കുറിച്ച് വലിയ പരാതിയായിരുന്നു, എങ്കിലും അവർ നടന്നു. പക്ഷെ നടക്കുന്നതിനിടയ്ക്ക് ചുമ്മാ വെയിലൊന്നുമില്ല, എങ്കിലും നമ്മൾ കുടയൊക്കെ കൊണ്ടാ പോയത്. കുട അടയ്ക്കുന്നതിനിടയ്ക്ക് മറിഞ്ഞുപോയി. പിന്നെ അത് ശരിയാക്കാൻ കുറച്ച് പാടൊക്കെ പെട്ടെങ്ങനെ നമ്മളെങ്കിലും അങ്ങനെ രസകരമായിട്ടൊക്കെ നടന്നു. വലിയ ധൃതിയും അത്യാവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് റിലാക്സ് ചെയ്തങ്ങ് റോഡിലോ എന്നോ ഉള്ള കാഴ്ചകളൊക്കെ ആണെങ്കിലും നടന്നു കാണുമ്പോൾ വ്യത്യസ്തമായിരിക്കുമല്ലോ. അതൊക്കെ കണ്ട് കണ്ട് നമ്മൾ 3 പേരും കൂടെ ഇങ്ങനെ നടന്നു. ഇത് മാർത്താണ്ഡേശ്വരം എന്നാ സ്ഥലത്തിന്റെ പേര്. അവിടെ നിന്നാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വീടായ താന്നിവിളയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ റോഡിലുള്ള തേനീച്ചക്കൂട്, സൈൻ ബോർഡ് ഇതൊക്കെ നോക്കി നോക്കി ചുമ്മാ അങ്ങ് നടന്നു. ഇപ്പം നമ്മൾ എത്തുന്ന ജംഗ്ഷനാണ് മുക്കമ്പാലം റോഡ്. ഈ മുക്കമ്പാലം റോഡ് എന്ന് പറഞ്ഞാൽ 4 സൈഡിലോട്ടും റോഡ് പോകുന്ന ജംഗ്ഷനാണ്. അതൊരു നല്ലൊരു ജംഗ്ഷനാണ്, കാരണം 4 റോഡ് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടുകാരെയും ഒക്കെ കണ്ട് കണ്ട് സംസാരിച്ച് നടക്കുമ്പോൾ ആ കാണുന്ന എൻ്റെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. ആ കണ്ട വെള്ള വീട് എൻ്റെ ചേച്ചിയുടേതാണ്. പിന്നെ അവിടെ നമ്മൾ നടന്നു. ഇത് നമ്മൾ താന്നുള്ള വീടെത്തുന്നതിന് മുമ്പുള്ള നമ്മൾ പഞ്ചായത്ത് വിള എന്നൊക്കെ പറയുന്ന സ്ഥലമാണ്. പക്ഷേ അതിൻ്റെ അടിയിൽ കൂടെ തുരങ്കമാണ്. നമ്പർ 1 ടണലാണ് നമ്മുടെ റെയിൽവേയുടെ. അത് റെയിൽവേ പാളം പോകുന്നുണ്ട്. ഇപ്പോൾ അത് 2 ലൈൻ ആക്കുന്നുണ്ട്. അതിൻ്റേതായ സ്ഥലമൊക്കെ എടുത്ത് അങ്ങനെ അവിടുത്തെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ആയിട്ട് ആ സ്ഥലത്തിൻ്റെ ആ ലുക്കേ അങ്ങ് മാറിയിരിക്കുക. നമ്മൾ കൊച്ചിലേക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീടുമായിട്ടൊക്കെ ഓടി നടന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ കൺസ്ട്രക്ഷനും ഒക്കെ ആയിട്ട് 2 സൈഡും ഒക്കെ അങ്ങ് മാറി. ഇവിടെ നിന്ന് സൈഡിലോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ റെയിൽവേ പാളമൊക്കെ കാണാം. ഈ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ നമ്മുടെ സ്ഥലം എങ്ങനെ ഇരിക്കുമെന്ന് ഒരു ഊഹവുമില്ല. പറഞ്ഞു വരുമ്പോൾ അതും ഒക്കെ ഒരു രസമാണല്ലോ അല്ലേ. പിന്നെ അങ്ങനെ നടന്ന് നമ്മളെ വീട്ടിലേക്കും എത്തി. വീട്ടിൽ എത്തിയപ്പോൾ അവിചാരിതമായിട്ട് അമ്മമാർക്ക് അങ്ങനെയാണല്ലോ, ഒരു നമ്മൾ വരുന്ന അറിഞ്ഞോ അറിയാതെ അവർ കൃത്യസമയത്ത് പുറത്തെത്തും. ഇത് നമ്മൾ വന്ന് കയറിയതേ ഉള്ളൂ, അമ്മ അതാ പുറത്ത് വരുന്നു. നമ്മുടെ വര പറഞ്ഞ് കാത്തു നിന്നപ്പോൾ അപ്പോൾ ബൈ.